രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട സാഹചര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം ചാർത്തിയിട്ടില്ല, ക്രിമിനൽ കേസ് എടുത്തിട്ടില്ല. അത് തീരുമാനിച്ചതിന് ശേഷം മറ്റു പരിപാടിക്ക് പോയാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ പറയുന്ന പ്രശ്നം അതല്ല, ഇത് രാഷ്ട്രീയമാണ്. തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. വരുന്ന ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കും പഞ്ചായത്തിലേക്ക്. അത് കഴിയുമ്പോഴത്തേക്കും മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഇതിന് കോൺഗ്രസ് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ കേസിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തി. അത് മാത്രമാണ് പ്രസക്തി. അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടം തെറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ ജയിലിൽ പോവുകയോ ശിക്ഷ അനുഭവിക്കുക എന്തെങ്കിലും ചെയ്യണം. മറിച്ച് നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണ്, വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതിനെങ്ങനെ ബാധിക്കും ഒന്ന്. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഇതാണ് ശരിക്കുള്ള വിഷയം. അതെ തീർച്ചയായിട്ടും. ഇതിപ്പോൾ എല്ലാം ശരിയായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തിരിച്ചടി അത് വല്ലാത്തൊരു ബ്ലോ ആയിപ്പോയി ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇതിനകത്തെ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും വടംവലിയും ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഈ രാജി വേണമോ വേണ്ടയോ, അല്ലെങ്കിൽ രാജിക്ക് വേണ്ടി ശക്തമായി ആവശ്യം ഉന്നയിക്കാത്തതിൻ്റെ പിന്നിലെന്നും തോന്നുന്നു. ഇതിനിടയിൽ രമേശ് ചെന്നിത്തല ശക്തമായി മുന്നിലേക്ക് വരുന്നുണ്ട്. ഇനി രമേശ് ചെന്നിത്തല വലിയ ക്ലെയിമുകളുമായി മുന്നോട്ട് വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമാണല്ലോ. കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ പല താല്പര്യങ്ങൾ വ്യക്തിപരവും രാഷ്ട്രീയമായിട്ടും ഉണ്ടാവും. അതിൽ പല ശാക്തിക ചേരികളും ഉണ്ടാവും. നമുക്കറിയാം കരുണാകരൻ ഗ്രൂപ്പ്, ആന്റണി ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലത്തെ കാര്യങ്ങൾ. അതുപോലെ ഇനിയിപ്പോൾ ലീഡറുടെ കുടുംബത്തിൽ തന്നെ 2 ഗ്രൂപ്പ് ഉണ്ടാകാൻ സാധ്യത. കോൺഗ്രസിനകത്ത് 3, 4, 5 ഗ്രൂപ്പുകളുണ്ടാകും. എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ്, തിരുത്തൽവാദി ഗ്രൂപ്പ്, തിരുമൽവാദി ഗ്രൂപ്പ്, അങ്ങനെ പല ഗ്രൂപ്പുണ്ടാവും. അതൊന്നുമല്ല. പക്ഷേ ഇതിൽ മിനിമം ഫാക്ട്സ് പറഞ്ഞതാണ് ഈ സാധനം എന്തുമാത്രം ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ സതീശനെ ഇരുത്താൻ വേണ്ടിയിട്ട് ചെന്നിത്തല ചിലപ്പോൾ ഒരു കൈ കയറി കളിക്കണ്ടോ, അല്ലെങ്കിൽ ചെന്നിത്തലയുടെ താല്പര്യപ്രകാരം ജോസഫ് വാഴക്കൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇരുത്താൻ വേണ്ടിയിട്ട് സതീശനോ മറ്റാരെങ്കിലും എന്തെങ്കിലും നമ്പറുകളൊക്കെ ഇറക്കാം. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കാവുന്ന കാര്യം, ഏത് പാർട്ടിയിലും നടക്കാവുന്നതാണ്. ഈ പണ്ട് കോൺഗ്രസ്സിൽ മാത്രമേ പറ്റുള്ളൂ, ഇപ്പോൾ CPM അടക്കം എല്ലാ പാർട്ടിയിലും ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇതിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കറണ്ടായിട്ട് നിൽക്കുന്നു. ഇതിനെന്ത് പരിഹാരമുണ്ട്, എങ്ങനെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് തല ഊരാൻ പറ്റും? അതുകൊണ്ടാണ് ഈ രാഹുൽ രാജിവെക്കണം എന്ന നിലപാടിലേക്ക് പാർട്ടി ഏറെക്കുറെ ഐക്യകണ്ഠേന എന്ന് പറയാവുന്ന രീതിയിൽ എത്തിച്ചേർന്നു. ഒരാളും അതിനെ എതിർത്തിട്ടില്ല. അപ്പോൾ ആ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ പാർട്ടി അംഗീകരിച്ചു. ഇതാണ് പ്രശ്നം. മറ്റേ സാധാരണ CPM പറയാം ഞങ്ങൾക്കറിയില്ല, അത് കോടതിയിൽ പോട്ടെ, കുറ്റം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് കൈയിട്ട് നിൽക്കാം. ഇതങ്ങനെയല്ല. ഇവിടെ ഇത് കൺമുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് കോടതിയിൽ പോയി കുറ്റം തെളിയിക്കാതിരിക്കോ ചെയ്യലല്ല. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ആദ്യമേ പറഞ്ഞത് രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പാർട്ടി വിശ്വസിക്കുന്നില്ല. പാർട്ടിയെ സംബന്ധിച്ചുള്ള വിഷയമല്ല. അതിന് അയാളുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കട്ടെ, ശിക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും ഇവിടെ രാഹുൽ ഒരു വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അത് പറഞ്ഞില്ല. അവരും പറഞ്ഞത് ഇയാൾ രാജിവെക്കണമെന്നാണ്. എന്നാൽ അയാൾ രാജിവെക്കാൻ തയ്യാറുമല്ല. രാജിവെക്കാൻ തയ്യാറില്ലാത്തടത്താണ് ഇവർ കുടുങ്ങിപ്പോയത്. രാജിവെച്ച് പോയെങ്കിൽ പോയന്നെ, 2-ാം ദിവസം ഈ വിഷയം തീർന്നേനെ. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ജനങ്ങൾ മറന്നേനെ. പക്ഷേ ഇതിപ്പോൾ മറക്കാനോ പറ്റുകയില്ല. കാരണം ജനങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അന്ന് മുതൽക്ക് ഈ സെക്കൻഡ് വരെയും ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, നമ്മൾ മാത്രമല്ല, കേരളത്തിലെ മിക്കവാറും എല്ലാ ആളുകളും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മാത്രമല്ല ഈ ഒരു സാഹചര്യം ഇത് ഉപയോഗിച്ചിട്ട് വടക്കേ ഇന്ത്യയിലടക്കം BJPക്കാരും മാനിപ്പുലേറ്റ് ചെയ്യാണ്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇങ്ങനെ നിർഗുണരായ അല്ലെങ്കിൽ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ ഉറ്റ സുഹൃത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവരെല്ലാവരും പിഴകളാണ്, എല്ലാം തല്ലിപ്പൊളികളാണ് എന്നൊരു നറേറ്റീവാണ് അവർ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല തലങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.